ഹലോ സ്റ്റുഡൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചതാണ്. രണ്ട് റിയൽ ഫങ്ഷൻസ് തന്നാൽ അഡീഷൻ ഓഫ് റിയൽ ഫങ്ഷൻസ്, സബ്സ്ട്രാക്ഷൻ, പ്രോഡക്റ്റ് ആൻഡ് കോഷ്യന്റ്. ഇതാണ് ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓൾജിബ്ര ഓഫ് റിയൽ ഫങ്ഷൻസ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. f minus g of x equal to f of x minus g of x. f into g of x equal to f of x into g of x. f by g of x equal to f of x by g of x, where g of x not equal to 0. ഈ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്, പ്രോബ്ലംസും ചെയ്തതാണ്. നമുക്ക് നെക്സ്റ്റായി ഒരു പ്രോബ്ലം ചെയ്യാം. Let f of x equal to root x, g of x equal to x be two functions defined over the set of non-negative real numbers. Find f plus g of x, f minus g of x, f into g of x and f by g of x. First, f plus g of x. By definition, what is f plus g of x? f of x plus g of x. Then substitute f of x and g of x in this equation. f of x equal to root x, g of x equal to x. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് x, that is addition of two functions. Next, subtraction f minus g of x equal to f of x minus g of x equal to root x minus x. ആദ്യം നമ്മൾ ഡെഫിനിഷൻ എഴുതുക, എന്നിട്ട് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, f into g of x equal to f of x into g of x equal to root x into x. ഇവിടെ നമുക്ക് കൂടുതൽ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ അല്ല, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് എക്സ് മീൻസ് എക്സ് റേസ് ടു 1/2 ഇൻറ്റു എക്സ് റേസ് ടു 1. വി നോ ദാറ്റ് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുന്നത്? എക്സ് റേസ് ടു 1/2 പ്ലസ് 1. 1/2 പ്ലസ് 1 ഈസ് 3/2. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടുന്നത് എക്സ് റേസ് ടു 3/2 ആണ്. നെക്സ്റ്റ്, കോഷ്യന്റ് എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് എക്സിന് എക്സ് റേസ് ടു 1/2 ബൈ എക്സ് റേസ് ടു 1. ഇവിടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് 1/2 പ്ലസ് 1. കോഷ്യന്റ് ആണെങ്കിൽ എന്താണ് ഫോർമുല വരിക? എക്സ് റേസ് ടു 1/2 മൈനസ് 1 ഈക്വൽ ടു എക്സ് റേസ് ടു മൈനസ് 1/2. നെക്സ്റ്റ് പ്രോബ്ലം. f, g from R to R be defined respectively by f of x equal to x plus 1, g of x equal to 2x minus 3. Find f plus g, f minus g, f into g and f by g. f plus g of x equal to f of x plus g of x equal to x plus 1 plus 2x minus 3.
എക്സിലുള്ള 2 ടേം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ് പ്ലസ് 2x 1x പ്ലസ് 2x ഈക്വൽ ടു 3x 1 മൈനസ് 3 ഈക്വൽ ടു -2. നെക്സ്റ്റ് എഫ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 മൈനസ് 2x മൈനസ് 3. ഇവിടെ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ എക്സ് പ്ലസ് 1 മൈനസ് 2x മൈനസ് മൈനസ് പ്ലസ് 3 എക്സ് മൈനസ് 2x ഈക്വൽ ടു മൈനസ് എക്സ് 1 പ്ലസ് 3 ഈക്വൽ ടു 4. എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 3. ഇത് നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ഫോമിലാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് എക്സ് കൊണ്ട് ഈ 2 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എക്സ് ഇൻറ്റു 2x ഈക്വൽ ടു 2x സ്ക്വയർ. എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x 1 ഇൻറ്റു 2x 2x 1 ഇൻറ്റു മൈനസ് 3 മൈനസ് 3. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 3x പ്ലസ് 2x മൈനസ് 3. മൈനസ് 3xും പ്ലസ് 2xും മൈനസ് എക്സ് വരും. അപ്പോൾ 2x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 3 വരും. നെക്സ്റ്റ് എഫ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2x മൈനസ് 3. ഇതിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് ഓൾജിബ്ര ഓഫ് ഫങ്ഷൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സമ്മ്, ഇവിടെ സബ്സ്ട്രാക്ഷൻ, പ്രോഡക്റ്റ് ആൻഡ് കോഷ്യന്റ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് തന്നാൽ അതേത് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് ഡൊമെയിൻ, റേഞ്ച്, ഫംഗ്ഷന്റെ വാല്യൂ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഇത് ഏത് ഫംഗ്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഷേപ്പ് ഏത് ഫംഗ്ഷന്റെ ആണെന്ന് നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചതാണ്. ഇങ്ങനെയൊരു ഷേപ്പ് ഏത് ഫംഗ്ഷൻ ആണെന്ന് മോഡുലസ് ഓഫ് ഫംഗ്ഷൻ ആണ്. മോഡുലസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നതാണ്. ഇതെന്താണ്? 2 യൂണിറ്റ് അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ട്. മുകളിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണുള്ളത്. Therefore, f of x equal to modulus of x plus 2. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, മുകളിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ mod x plus 2. Then what is domain? മോഡുലസ് ഫംഗ്ഷന്റെ ഒക്കെ ഡൊമൈൻ എന്താണ്? റിയൽ നമ്പർ ആണ്. That is domain equal to R. റേഞ്ച് y ആക്സിസിൽ ഗ്രാഫിൽ നിന്ന് വരക്കുന്ന പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്ന പോയിന്റ്. അപ്പൊ ഏതാണ്? മിനിമം വാല്യൂ എത്രയാണ്? 2 ആണ്. 2ഉം അതിന് മുകളിലുള്ള എല്ലാ പോയിന്റ്സും ആണ് റേഞ്ചിൽ വരിക. That means range of f equal to closed to infinity. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇങ്ങനൊരു ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ തരില്ല, വാല്യൂ കണ്ടുപിടിക്കണം. ഫ്രം ദ ഗ്രാഫ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് 3. അപ്പൊ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെയാണ്. 3 എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നത്. അപ്പൊ ആ വാല്യൂ കണ്ടുപിടിക്കാൻ y ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത്? 5ല്. ഹെൻസ് f of 3 equal to 5. നെക്സ്റ്റ് f of -2 ആണെങ്കിൽ -2
4 ആണ്. അപ്പോൾ എഫ് ഓഫ് -2 ഈക്വൽ ടു 4, എഫ് ഓഫ് -3 ഈക്വൽ ടു 5, എഫ് ഓഫ് -4 ഈക്വൽ ടു 6. അങ്ങനെയാണ് വരിക. നെക്സ്റ്റ്, ഇത് ഏത് ഫംഗ്ഷനാണ്? ഒറിജിനിൽ നിന്നും ഡൗൺവേർഡിലേക്കാണ് ഷിഫ്റ്റ് അല്ലെ, താഴത്തേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം മോഡ് എക്സ് പ്ലസ് എത്ര യൂണിറ്റ് ആണോ അത് അവിടെ എഴുതിയാൽ മതി. അപ്പൊ താഴത്തേക്കാണെങ്കിൽ എന്തായിരിക്കും? മോഡ് എക്സ് -1. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇനി ഇവിടെ താഴത്തേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്ത് -2 ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് 0 -2 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് -2 ആയിരിക്കും ഫംഗ്ഷൻ. അപ്പോൾ മുകളിലേക്കാണെങ്കിൽ മോഡ് എക്സ് പ്ലസ് വാല്യൂ, താഴത്തേക്കാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് എത്ര ഷിഫ്റ്റ് ഉണ്ടോ അതവിടെ പറയണം. ഹിയർ അഗൈൻ ഡൊമൈൻ ഈക്വൽ ടു ആർ, റേഞ്ച് ഈക്വൽ ടു മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്. അപ്പൊ ക്ലോസ്ഡ് -1 ഇൻഫിനിറ്റി. എഫ് ഓഫ് -1 അപ്പൊ എത്ര വാല്യൂ വരുന്നത്? 0. എഫ് ഓഫ് -1 ഈക്വൽ ടു 0. ഈ ഷേപ്പ് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫിനാണ് ഉണ്ടാകുക? ദാറ്റ് മീൻസ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവ് ഷേപ്പാണ്. അപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, പരാബോള എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിന്റെ ഷേപ്പാണിത്. അപ്പൊ ഈ ഒറിജിനിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 യൂണിറ്റ് ഷിഫ്റ്റ് ഉണ്ട്, ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട് ഗ്രാഫ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് എങ്കിൽ എക്സ് +1 ഹോൾ സ്ക്വയർ, എക്സ് +1 ഹോൾ സ്ക്വയർ. ഇനി 2 0 പാസ് ചെയ്യുന്നതെങ്കിൽ എക്സ് -2 ഹോൾ സ്ക്വയർ ആയിരിക്കും ഫംഗ്ഷൻ വരിക. അപ്പൊ -1 ആയതുകൊണ്ട് എക്സ് +1 ഹോൾ സ്ക്വയർ. From the graph, what is f of 1? 1 equal to 4. f of 1 equal to 4 വരും. 1ൽ നിന്ന് ഗ്രാഫിലേക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കുക, അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് മീൻസ് 4 ആണ്. അപ്പൊ f of 1 equal to 4. അപ്പൊ ഈ ഒരു ഷേപ്പ് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ എക്സ് പ്ലസ് ആ ഷിഫ്റ്റ് 1 ആണെങ്കിൽ എക്സ് +1 ഹോൾ സ്ക്വയർ, ഇങ്ങോട്ടാണെങ്കിൽ എക്സ് മൈനസ് പോയിന്റ് ആണെങ്കിൽ 1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ്, ഇത് ഏത് ഫംഗ്ഷന്റെ ഗ്രാഫാണ്? പോസിറ്റീവ് ആകുമ്പോൾ 1, നെഗറ്റീവ് ആകുമ്പോൾ -1, 0 ആകുമ്പോൾ 0. ദാറ്റ് മീൻസ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഇനി സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. The signum function also defined as modulus of x by x. Signum function നമുക്ക് mod x by x if x not equal to 0, 0 otherwise means not equal to 0 ആണെങ്കിൽ അതിന്റെ otherwise എന്താണ്? equal to 0. 0 ആണെങ്കിൽ 0, not equal to 0 ആണെങ്കിൽ modulus of x by x ആണ് വരിക. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ അറിയാം. മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ലെസ് ദാൻ 0 ആവുമ്പോൾ -x, പോസിറ്റീവ് ആവുമ്പോൾ എക്സ്, നെഗറ്റീവ് ആവുമ്പോൾ -x. അപ്പൊ മോഡ് എക്സ് ബൈ എക്സ് എന്താണ് വരിക എന്ന് നോക്കാം. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0, മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് ബൈ എക്സ്. മോഡുലസ് ഓഫ് എക്സിന് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. നെക്സ്റ്റ്, ഇഫ് എക്സ് ലെസ് ദാൻ 0, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു -x ആണ്. അപ്പോൾ -x ബൈ എക്സ് ഈക്വൽ ടു -1.
നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ തന്നതാണ്, അതർവൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 തന്നിട്ടില്ലേ. അപ്പൊ ഇഫ് എക്സ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഹെൻസ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ 1, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -1, എക്സ് 0 ആകുമ്പോൾ 0. ഇത് ഏതിന്റെ ഡെഫിനിഷനാണ്? ഒരു സിഗ്നം ഫംഗ്ഷന്റെ ഡെഫിനിഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഹെൻസ് ഇവിടെ കിട്ടിയ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 if x greater than 0, -1 if x less than 0, 0 if x equal to 0. That is signum function. അപ്പോൾ സിഗ്നം ഫംഗ്ഷനെ നമുക്ക് മോഡുലസ് ഓഫ് എക്സ് ബൈ എക്സ് എന്നും ഡിഫൈൻ ചെയ്യാം. ഈ ഷേപ്പ് ഏത് ഗ്രാഫിൻ്റെതാ? ഇപ്പൊ എക്സാമിന് ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് ഗ്രാഫാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നാൽ അത് ഏതിന്റെ ഗ്രാഫായിരിക്കും? 0 ഇമേജ് ഇല്ല. ആൻസർ അപ്പൊ തന്നെ പറയണം. ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത് 1/xന്റെ ഗ്രാഫാണെന്ന് മനസ്സിലാക്കണം. ഈ ഷേപ്പ് ഏത് ഗ്രാഫിൻ്റെതാണ്? ഇതേ രീതിയിലുള്ള ഷേപ്പ് എക്സ് ക്യൂബിന്റെ ഗ്രാഫിനാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാഫ് തന്നിട്ട് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ പഠിച്ച കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോഴും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കണം. താങ്ക് യു.